വെൽക്കം ടു ഓൾ. അസ്സലാമു അലൈക്കും. അപ്പം നമ്മളൊരു അത്താഴം വീഡിയോ ആണ് കേട്ടോ. അത്താഴത്തിന് എന്തൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു അത്താഴമാണ്. ഇതാ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഇറക്കി വെച്ചൊരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിയുമ്പോഴേക്കും ചോറ് റെഡിയാവും. അതിനുശേഷമാണ് ഞാൻ കറികളുടെയൊക്കെ പരിപാടി തുടങ്ങുന്നത്. ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ള കറിയാണ്, പരിപ്പ് മുരിങ്ങയില കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുക്കറിലേക്ക് കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അങ്ങനെ കഴുകിയെടുത്ത പരിപ്പിലേക്ക് നമുക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇവയും കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ആദ്യം പരിപ്പ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് നമുക്ക് ഈ പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇതും കൂടി ഇട്ട് കൊടുത്ത് മൂടി വെച്ച് ചെറിയ തീയിലാണെങ്കിൽ ഒറ്റ വിസിലടിച്ചാൽ മതിയാവും. പെട്ടെന്ന് വേവുന്ന പരിപ്പായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒരു വിസിൽ അടിച്ചാൽ നമുക്കത് വേവിച്ചെടുക്കാം. ഈ വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ അതിലേക്കുള്ള തേങ്ങ ഒന്ന് ചിരവിയെടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഇന്ന് ഉണക്കമീനാണ് ഉണ്ടാക്കുന്നത്. ഉണക്കമീനാണ് വറുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുതിർന്ന് കഴിഞ്ഞാൽ നമുക്കതൊന്ന് വാഷ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ പരിപ്പിലിടാൻ വേണ്ടി മുരിങ്ങയില ഇവിടെ ഊരി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ഊരിയ മുരിങ്ങയില നമുക്ക് നന്നായിട്ട് കഴുകി മാറ്റി വെക്കണം. അങ്ങനെ കഴുകിയ മുരിങ്ങയിലയാണ് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പാണ് തയ്യാറാക്കേണ്ടത്. ഈ അരപ്പിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു മുറി തേങ്ങ ചിരവിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകവും 2 ചെറിയ ഉള്ളിയും പാടെ ചേർത്ത് ഞാൻ ഇവിടെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ അരച്ച മിശ്രിതം നമുക്ക് വെന്ത പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് വിസിലൊക്കെ പോയി കഴിഞ്ഞ് നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വിസിൽ പോകുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ആ ഉണക്കമീനൊന്ന് സെറ്റാക്കാം. ഉണക്കമീൻ്റെ വെള്ളം ഒഴിച്ച് വെച്ചത് കുതിർന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായി കഴുകി അതിലൊന്ന് മസാല തേച്ച് വെക്കാം. അപ്പോൾ കറി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അടുത്ത പണി പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ മീൻ ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇങ്ങനെ കഴുകി വെച്ച മീനിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോളം വെക്കുക. ഈ വെക്കുന്ന സമയം കൊണ്ട് നമ്മുടെ കറി ഒന്ന് റെഡിയാക്കി എടുക്കാം. കറി റെഡിയായി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് മീനിൻ്റെ പരിപാടി കൂടി കഴിഞ്ഞ് അത്താഴത്തിൻ്റെ പരിപാടി റെഡിയായി. അപ്പോൾ മീനിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കറിലെ വിസിലെല്ലാം പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കതിലേക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതേപോലെ തന്നെ ഈ അരച്ച തേങ്ങ എന്നിവ ചേർത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കറിക്ക് ആവശ്യമായ വെള്ളമൊക്കെ ചേർത്ത് നമുക്ക് ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കഴിഞ്ഞ് നന്നായിട്ടൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഈ തിളച്ച് കഴിഞ്ഞാലാണ് നമ്മൾ നമ്മുടെ മുരിങ്ങയില ചേർത്ത് കൊടുക്കുന്നത്. പരിപ്പൊക്കെ കണ്ടോ ആവശ്യത്തിന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരുപാട് വെന്തുടഞ്ഞു പോയിട്ടുമില്ല, എന്നാൽ അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുമുണ്ട്. ഈ പരുവത്തിലാണ് നമുക്ക് പരിപ്പ് കിട്ടേണ്ടത്. ഈ പരിപ്പിലേക്കാണ് നമ്മളിനി ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് മുളക് പൊടി ചേർക്കുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞാൻ പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു, നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മുടെ അരച്ച് വെച്ച തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് നമുക്ക് തേങ്ങയുടെ അരപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പ് ചേർക്കുക. അതിനുശേഷം അത് നമുക്ക് അടുപ്പ് കത്തിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ തിളപ്പിച്ച മിശ്രിതം നന്നായിട്ടൊന്ന് തിള വന്ന് തുടങ്ങുമ്പോഴേ നമുക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. മുരിങ്ങയിലേക്ക് അധികം വേവൊന്നുമില്ല, അത് കാരണം കൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടും. ജസ്റ്റ് 2-3 തിളയ്ക്കുമ്പോൾ തന്നെ മുരിങ്ങയില വെന്ത് കിട്ടും. വളരെ തളിര ഇലയാണ് ഞാൻ കറി വെക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുരിങ്ങയില പെട്ടെന്ന് വെന്ത് കിട്ടും. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ഞാൻ ഫസ്റ്റ് ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു, പിന്നീടാണ് ചേർത്തത്. അപ്പോൾ അതിൽ ഏകദേശം തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ മുരിങ്ങയില കഴുകിയത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമുക്ക് മുരിങ്ങയില കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കഴുകിയ മുരിങ്ങയില നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മുരിങ്ങയില പെട്ടെന്ന് വെന്ത് കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇത് റെഡിയാക്കാൻ വേണ്ടി പിന്നെ മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുരിങ്ങയിലൊന്ന് മുഴുവനായി ഇട്ടതിന് ശേഷം 2-3 തിള മാത്രം തിളച്ചാൽ മതിയാവും. വളരെ സ്വാദിഷ്ടമായ മുരിങ്ങയില കറിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അങ്ങനെ മുരിങ്ങയില മുഴുവൻ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് നന്നായിട്ട്
കുറുകി വന്ന മിശ്രിതത്തിലേക്ക് അല്ലെങ്കിൽ തേങ്ങ അരപ്പിലേക്ക് നമ്മൾ മുരിങ്ങയിലും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് 2-3 തിളച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ പരിപ്പ് കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള ആവശ്യമായിട്ടുള്ള താളിപ്പും കൂടി ശരിയാക്കിയാൽ കറി ഓൾമോസ്റ്റ് സെറ്റായി. മുരിങ്ങയില ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഏകദേശം വെന്ത പോലെ ആയിട്ടുണ്ട്. വളരെ തളിരി ഇലയാണ് ഇട്ടിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും 2 വറ്റൽമുളകുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് എണ്ണയിൽ മൂപ്പിച്ചതിന് ശേഷം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഉണക്കമുളക് ഇട്ട് താളിക്കുമ്പോൾ നല്ലൊരു മണമാണ്. മുരിങ്ങയില കറിക്ക് നല്ല സ്വാദ് കൂടുതലുണ്ടാവും. വെളിച്ചെണ്ണയിൽ താളിക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്ററാണ്. ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം. നമ്മുടെ കറി ഇവിടെ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മീനും കൂടി വറുത്തെടുത്താൽ നമ്മുടെ അത്താഴ പരിപാടി റെഡിയായി. അതിനായിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ അല്പം പെരുംജീരകം, വലിയ ജീരകം നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിലേക്ക് പെരുംജീരകം ഇടുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. അതിന് വേണ്ടിയിട്ടാണ് പെരുംജീരകം ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ മീൻ നിരത്തി വെച്ച് കൊടുക്കാം. ഉണക്കമീനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരുപാട് വേവൊന്നുമില്ല. പച്ചമീനും അതുപോലെ തന്നെ വേവൊന്നുമില്ല. അപ്പോൾ ഉണക്കമീൻ കൂടി സെറ്റായ നമ്മുടെ ഇന്നത്തെ അത്താഴ പരിപാടി റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ എൻ്റെ ഈ അത്താഴം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ മീനെല്ലാം ഇവിടെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ നമ്മുടെ മീൻ ഇവിടെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം റെഡിയായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.